കഴിഞ്ഞ മാസം ഇറങ്ങിയ ഫോണുകളിൽ ഏറ്റവും വിഷമിപ്പിക്കുന്ന ഒരു കാര്യം 4 GB റാം 64 GB ഇന്റേണൽ മെമ്മറി വരുന്ന ഓപ്ഷൻ തിരിച്ചു വന്നു എന്നുള്ളതാണ്. അതിൽ 4 GB റാം എന്ന് പറയുന്നത് ഞാൻ അത്ര വലിയൊരു പ്രശ്നമായിട്ട് കാണുന്നില്ല കേട്ടോ. നോർമൽ യൂസ് ചെയ്ത് പോകുന്ന ആളെ സംബന്ധിച്ചിടത്തോളം 4 GB റാം ഓക്കെ ആണെന്ന് തന്നെ വെക്കാം. ഓക്കെ ആണെന്ന് ഞാൻ പറയുന്നില്ല, എന്നാലും ഓക്കെ ആണെന്ന് തന്നെ വെക്കാം. ഈ 64 GB ഇന്റേണൽ മെമ്മറി വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഒരു 5 ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഈ പറയുന്ന വാട്സാപ്പിൽ കുറച്ച് മെസ്സേജ് വന്നാൽ തീരാവുന്ന മെമ്മറിയല്ലേ ഉള്ളൂ ഈ 64 GB എന്ന് പറയുന്നത്. അതിന്റെ കൂടെ ഒരു മെമ്മറി കാർഡ് ഇടാനുള്ള ഓപ്ഷൻ തരുന്നുണ്ട്. പക്ഷെ കൊടുത്തിരിക്കുന്ന സ്റ്റോറേജ് ഏതാ? UFS 2.2. ഈ MMC എന്ന് പറയുന്ന പഴയ ടെക്നോളജി വരെ പല ഫോണുകളിലും യൂസ് ചെയ്തിട്ടുണ്ട്. ഈ പറയുന്ന സ്റ്റോറേജ് ടൈപ്പിൽ മെമ്മറി കാർഡ് ഇട്ടാനുള്ള അവസ്ഥ എന്താവും അറിയോ? ഫോൺ അങ്ങ് ഹാങ് ആയി പോവും. നമ്മൾ 2026 നിൽക്കുന്നത് എന്നുള്ളത് പല മാനുഫാക്ചേഴ്സും മറന്നുപോയി എന്നുള്ളതാണ് തോന്നുന്നത്. ഞാനടക്കം ഒരുപാട് യൂട്യൂബേഴ്സും ഒരുപാട് ക്രിയേറ്റേഴ്സ് എല്ലാ വീഡിയോയിലും വന്ന് പറയുന്നുണ്ട് പ്രൈസ് കൂടി എന്നുള്ളത്. അത് പറഞ്ഞ് അത് ജനറലൈസ് ചെയ്ത് പോകുന്നത് പോലെ പലപ്പോഴും തോന്നുന്നുണ്ട്. എന്തായാലും എനിക്കറിയില്ല എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത്. ഇത് ശരിയായിട്ടുള്ളൊരു പരിപാടിയല്ല. ഓക്കെ, ആവട്ടെ. എന്തായാലും ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കഴിഞ്ഞ മാസം, അതായത് 2026 ജൂൺ മാസത്തിൽ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്ത ഫോണുകളെ പറ്റിയാണ് സംസാരിക്കുന്നത്. ഷവോമിയുടെ സൈഡിൽ നിന്ന് 2 മോഡൽ ഫോണുകളാണ് കഴിഞ്ഞ മാസം ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഒന്ന് അവരുടെ പ്രീമിയം കാറ്റഗറിയിൽ, അതായത് നമ്പർ സീരീസിൽ ഷവോമി 17T എന്ന് പറയുന്ന മോഡലാണ് വന്നിരിക്കുന്നത്. നമ്പർ സീരീസ് ആയതുകൊണ്ട് തന്നെ ലൈക്ക കൊളാബറേഷനിലാണ് ഇതിന്റെ ക്യാമറ സിസ്റ്റം വരുന്നത്. അതായത് 50 മെഗാപിക്സലിന്റെ മെയിൻ ക്യാമറ, 50 മെഗാപിക്സലിന്റെ 5x പെരിസ്കോപ്പ് ടെലിഫോട്ടോ ക്യാമറ, 12 മെഗാപിക്സലിന്റെ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ, അതുകൂടാതെ 32 മെഗാപിക്സലിന്റെ സെൽഫി ക്യാമറ, 6.59 ഇഞ്ച് വരുന്ന AMOLED ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. 6500 mAh ബാറ്ററി വരുന്നുണ്ട്. മീഡിയാടെക്കിന്റെ ഡിമെൻസിറ്റി 8500 അൾട്രാ എന്ന് പറയുന്ന പ്രോസസ്സറാണ് കൊടുത്തിരിക്കുന്നത്. LPDDR5X റാം ടൈപ്പും UFS 4.1 സ്റ്റോറേജും വരുന്നുണ്ട്. ഇത് അത്യാവശ്യം നല്ലൊരു പ്രൈസിങ്ങിലാണ് കേട്ടോ വന്നത്. അതായത് 59,999 രൂപയാണ് ഇതിന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത്. ഓഫർ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഒരു 55,000 രൂപയ്ക്ക് കിട്ടിയിരുന്നു. ഇപ്പോഴത്തെ ഒരു പ്രൈസിങ് വെച്ച് നോക്കുന്ന സമയത്ത് ഒരു ഡീസന്റ് പ്രൈസിങ് തന്നെയാണ്. അതേപോലെ ഇവരുടെ റെഡ്മി സീരീസിൽ റെഡ്മി ടർബോ 5 എന്ന് പറയുന്ന മോഡൽ ഫോണും കഴിഞ്ഞ മാസം ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് ആക്ച്വലി കുറച്ച് മുന്നേ പുറത്തിറങ്ങിയ പോക്കോ X8 Pro എന്ന് പറയുന്ന മോഡൽ ഉണ്ടല്ലോ, അതിൻ്റെ ഒരു റീബ്രാൻഡഡ് വേർഷനാണ്. അതായത് മീഡിയാടെക്കിന്റെ ഡിമെൻസിറ്റി 8500 അൾട്രാ എന്ന് പറയുന്ന പ്രോസസർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ UFS 4.1 സ്റ്റോറേജും അതേപോലെ LPDDR5X റാം ടൈപ്പ് വരുന്നുണ്ട്. 6.59 ഇഞ്ച് വരുന്ന AMOLED ഡിസ്പ്ലേയും കൊടുത്തിട്ടുണ്ട്. 50 മെഗാപിക്സലിന്റെ മെയിൻ ക്യാമറ, 8 മെഗാപിക്സലിന്റെ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ, അതുകൂടാതെ 20 മെഗാപിക്സലിന്റെ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 3 മേജർ സോഫ്റ്റ്വെയർ അപ്ഡേഷനും ഈ ഒരു ഫോണിന് വേണ്ടിയിട്ട് റെഡ്മി ഓഫർ ചെയ്തിട്ടുണ്ട്. ഈ പോക്കോ X8 Pro ആയിട്ട് മെയിനായിട്ട് ഡിഫറൻസ് വരുന്നത് ബാറ്ററിയുടെ സൈഡിലാണ്. ഇവിടെ 7450 mAh ബാറ്ററി വരുന്നുണ്ട്. അതിന് 100 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 37,999 രൂപയാണ് ലോഞ്ചിങ് പ്രൈസ് വന്നത്. അതുപോലെ ഇന്ത്യൻ ബ്രാൻഡ് ആയിട്ടുള്ള ലാവയുടെ സൈഡിൽ നിന്നും 2 മോഡൽ ഫോണുകളാണ് കഴിഞ്ഞ മാസം ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ലാവ ബോൾഡ് N2 5G എന്ന് പറയുന്ന മോഡൽ ഫോൺ. ഇതിന്റെ 4G വേർഷൻ 2 മാസം മുന്നേ ലോഞ്ച് ചെയ്തിരുന്നു. അതിൽ 5000 mAh ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ 6000 mAh ബാറ്ററി വരുന്നുണ്ട്. അതുകൂടാതെ യൂണിസോക്കിന്റെ T8200 എന്ന് പറയുന്ന 5G പ്രോസസർ വരുന്നുണ്ട്. 6.75 ഇഞ്ച് വരുന്ന HD LCD ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. 13 മെഗാപിക്സലിന്റെ മെയിൻ ക്യാമറയും റിയർ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ലോഞ്ചിങ് പ്രൈസ് വന്നത് 13,000 രൂപയാണ്. അതുപോലെ ലാവ സ്മാർട്ട് 4 പ്ലസ് എന്ന് പറയുന്ന ഒരു 4G ഫോണും കഴിഞ്ഞ മാസം അവസാനത്തോടു കൂടിയിട്ട് ലാവ ഇന്ത്യൻ മാർക്കറ്റിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെയും യൂണിസോക്കിന്റെ 4G പ്രോസസർ, 5000 mAh ബാറ്ററി, 6.75 HD LCD ഡിസ്പ്ലേ, 13 മെഗാപിക്സലിന്റെ മെയിൻ ക്യാമറ, 5 മെഗാപിക്സലിന്റെ സെൽഫി ക്യാമറ. ഈ ഒരു ഫോണിന്റെ 4 GB റാം 64 GB ഇന്റേണൽ മെമ്മറി വരുന്ന വേരിയന്റിന് 9,999 രൂപയാണ് ലോഞ്ചിങ് പ്രൈസ് കണ്ടത്. ഇപ്പോൾ ഏകദേശം 10,500 11 രൂപ ഒക്കെ പലപ്പോഴും കാണിക്കുന്നുണ്ട്. സോ അങ്ങനെ 2 മോഡൽ ഫോണുകളാണ് ലാവയുടെ സൈഡിൽ നിന്ന് വന്നിരിക്കുന്നത്. അതുപോലെ മറ്റൊരു ഇന്ത്യൻ ബ്രാൻഡ് ആയിട്ടുള്ള AI+ന്റെ സൈഡിൽ നിന്നും 2 മോഡൽ ഫോണുകളാണ് കഴിഞ്ഞ മാസം ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അവരുടെ നോവ സീരീസിൽ നോവ 2 നിയോ, നോവ 2 Pro എന്ന് പറയുന്ന 2 മോഡൽ ഫോണുകൾ. ഇതിൽ നോവ 2 നിയോയുടെ സൈഡിലോട്ട് വരുമ്പോൾ മീഡിയാടെക്കിന്റെ ഡിമെൻസിറ്റി 6300 എന്ന് പറയുന്ന 5G പ്രോസസറാണ് കൊടുത്തിരിക്കുന്നത്. 6.75 ഇഞ്ചിന്റെ HD+ LCD ഡിസ്പ്ലേ വരുന്നുണ്ട്. 48 മെഗാപിക്സലിന്റെ മെയിൻ ക്യാമറ, 8 മെഗാപിക്സലിന്റെ സെൽഫി ക്യാമറ, 6000 mAh ബാറ്ററി. ഇതിന്റെയും 4 GB റാം 64 GB ഇന്റർണൽ മെമ്മറി വരുന്ന വേരിയന്റിന് 13,000 രൂപയാണ് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത്. ഇനി നോവ 2 പ്രോയുടെ സൈഡിലോട്ട് വരുമ്പോൾ ഈ ഒരു ഫോണിന്റെ റിയർ സൈഡിൽ മൾട്ടി കളർ LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നോട്ടിഫിക്കേഷൻ ഒക്കെ വരുന്ന സമയത്ത് ബ്ലിങ്ക് ആയിക്കൊണ്ടിരിക്കും. 6.9 ഇഞ്ചിന്റെ ഫുൾ HD+ LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. 6000 mAh ബാറ്ററി വരുന്നുണ്ട്. മീഡിയാടെക്കിന്റെ ഡിമെൻസിറ്റി 7100 എന്ന് പറയുന്ന പ്രോസസറാണ് ഈ ഒരു ഫോണിനെ പവർ അപ്പ് ചെയ്യുന്നത്. 48 മെഗാപിക്സലിന്റെ മെയിൻ ക്യാമറയും 13 മെഗാപിക്സലിന്റെ സെൽഫി ക്യാമറയും ഈ ഒരു ഫോണിൽ വരുന്നുണ്ട്. ഇതിന്റെ
4 GB റാം 128 GB ഇന്റർണൽ മെമ്മറി വരുന്ന വേരിയന്റിന് 16,000 രൂപയാണ് സ്റ്റാർട്ടിംഗ് ആയിട്ട് പറയുന്നത്. അതേപോലെ ഇൻഫിനിക്സിന്റെ സൈഡിൽ നിന്നും 2 മോഡൽ ഫോണുകളാണ് കഴിഞ്ഞ മാസം ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അതിലൊന്ന് ഓൾറെഡി 2 മാസം മുന്നേ ലോഞ്ച് ചെയ്ത നോട്ട് 60 Pro എന്ന് പറയുന്ന മോഡലിന്റെ ഒരു ലിമിറ്റഡ് എഡിഷൻ ആണ്. അതായത് ഇൻഫിനിക്സ് നോട്ട് 60 Pro പിനിൻഫൊറീന ലിമിറ്റഡ് എഡിഷൻ. ഈ പിനിൻഫൊറീന എന്ന് പറയുന്നത് ഒരു ഇറ്റാലിയൻ കാർ ഡിസൈൻ കമ്പനിയാണ്. ഇതിന്റെ ഡിസൈൻ കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത് അവരാണ്. ഇതിന്റെ ഒരു സ്പെക്ക് എന്താണെന്ന് ചോദിച്ചാൽ വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. റിയർ സൈഡ് കാണാനായിട്ട് കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. അതും കവർ ഇട്ട് കഴിഞ്ഞാൽ വല്ല ഉപകാരം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു ഉപകാരവും ഇല്ല. ഇപ്പം ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് എയറോസ്പേസ് അലുമിനിയം ഗ്രേഡ് ആണ് ഫ്രെയിം ആയിട്ട് വരുന്നത്. അതുകൂടാതെ കാർബൺ ഫിനിഷിലുള്ള റിയർ സൈഡ് വരുന്നുണ്ട്. ബാക്കി ഇന്റേണൽ സ്പെക്ക് എല്ലാം സെയിം തന്നെയാണ്. അതായത് സ്നാപ്ഡ്രാഗൺ 7S Gen 4 പ്രോസസ്സർ, 6500 mAh ബാറ്ററി, ആ വക കാര്യങ്ങളെല്ലാം സെയിം തന്നെയാണ്, ഒരു വ്യത്യാസം വരുന്നില്ല. ഈ ഒരു ലിമിറ്റഡ് എഡിഷന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് 38,000 രൂപയാണ്. ഓൾറെഡി സെയില് ഫ്ലിപ്കാർട്ട് വഴി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ സ്മാർട്ട് 20 എന്ന് പറയുന്ന ഒരു 4G ഫോണും കഴിഞ്ഞ മാസം അവസാനത്തോടു കൂടിയിട്ട് ഇൻഫിനിക്സ് ഇന്ത്യൻ മാർക്കറ്റിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിന്റെ സ്പെക്ക് കേൾക്കുന്ന സമയത്ത് നമ്മൾ 2010-ലാണോ ജീവിക്കുന്നത് എന്നുള്ളത് തോന്നിപ്പോവും. അതായത് ഹീലിയോ G81 അൾട്ടിമേറ്റ് എന്ന് പറയുന്ന 4G പ്രോസസ്സർ, സ്റ്റോറേജ് ടൈപ്പ് വരുന്നത് eMMC സ്റ്റോറേജ് ടൈപ്പ്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ eMMC കേട്ടിട്ട് പോലും ഉണ്ടാവില്ല, അത്രയും പഴക്കം ചെന്നിട്ടുള്ള സ്റ്റോറേജ് ടൈപ്പാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. 8 മെഗാപിക്സലിന്റെ മെയിൻ ക്യാമറ, 8 മെഗാപിക്സലിന്റെ സെൽഫി ക്യാമറ, ആകെ 2 ക്യാമറകളെ വരുന്നുള്ളൂ, അത് 8 മെഗാപിക്സൽ വീതമുള്ളത്. പിന്നെ 6.78 ഇഞ്ചിന്റെ HD LCD ഡിസ്പ്ലേ, 5200 mAh ബാറ്ററി. ഓക്കെ, എന്നാൽ പ്രൈസ് കുറവാണോ എന്ന് വിചാരിച്ചാൽ ഇതിന്റെ 4 GB റാം 64 GB ഇന്റർണൽ മെമ്മറി വരുന്ന വേരിയന്റിന് 13,000 രൂപയാണ് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്തായി കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അങ്ങനെ 2 മോഡൽ ഫോണുകളാണ് ഇൻഫിനിക്സിന്റെ സൈഡിൽ നിന്ന് കഴിഞ്ഞ മാസം ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇൻഫിനിക്സിന്റെ സബ് ബ്രാൻഡ് ആയിട്ടുള്ള ടെക്നോയുടെ സൈഡിൽ നിന്ന് ടെക്നോ പോവ 8 എന്ന് പറയുന്ന ഒരു മോഡൽ ഫോൺ കഴിഞ്ഞ മാസം ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. മീഡിയടെക്കിന്റെ ഡിമെൻസിറ്റി 7100 എന്ന് പറയുന്ന പ്രോസസ്സറാണ് ഈ ഒരു ഫോണിൽ വരുന്നത്. UFS 2.2ന്റെ സ്റ്റോറേജ് വരുന്നുണ്ട്. 50 മെഗാപിക്സലിന്റെ മെയിൻ ക്യാമറ, 13 മെഗാപിക്സലിന്റെ സെൽഫി ക്യാമറ, 8000 mAh ബാറ്ററി, അതുകൂടാതെ 6.76 ഇഞ്ചിന്റെ ഫുൾ HD പ്ലസ് LCD ഡിസ്പ്ലേ ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുണ്ട്. 29,999 രൂപയാണ് ഈ ഒരു ഫോണിന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത്. ഒരു 3 മാസം മുന്നേ മോട്ടോറോളയുടെ സൈഡിൽ നിന്ന് മോട്ടോ എഡ്ജ് 70 Pro എന്ന് പറയുന്ന മോഡൽ ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു മോഡലിൽ വയർലെസ് ചാർജിങ്ങിന്റെ ഓപ്ഷനും അതേപോലെ ടെലിഫോട്ടോ ക്യാമറയും വെച്ചിട്ട് മോട്ടോറോള എഡ്ജ് 70 Pro Plus എന്ന് പറയുന്ന മോഡൽ ഫോൺ കുറച്ചുകൂടി പ്രൈസ് കൂട്ടിയിട്ട് കഴിഞ്ഞ മാസം അവർ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ 50 മെഗാപിക്സലിന്റെ മെയിൻ ക്യാമറ, 50 മെഗാപിക്സലിന്റെ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ, 50 മെഗാപിക്സലിന്റെ ടെലിഫോട്ടോ ക്യാമറ, അതുകൂടാതെ 50 മെഗാപിക്സലിന്റെ സെൽഫി ക്യാമറ, അങ്ങനെ 4 50 മെഗാപിക്സലിന്റെ ക്യാമറകൾ കൊടുത്തിട്ടുണ്ട്. 6500 mAh ബാറ്ററി വരുന്നുണ്ട്. അതിന് വയർലെസ് ചാർജിങ്ങിന്റെ ഓപ്ഷനും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മീഡിയടെക്കിന്റെ ഡിമെൻസിറ്റി 8500 എക്സ്ട്രീം എന്ന് പറയുന്ന പ്രോസസ്സറാണ് കൊടുത്തിരിക്കുന്നത്. LPDDR5Xന്റെ റാം ടൈപ്പും UFS 4.1ന്റെ സ്റ്റോറേജും വരുന്നുണ്ട്. 6.78 ഇഞ്ചിന്റെ ക്വാഡ് കർവ്ഡ് AMOLED ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിൽ കൊടുത്തിരിക്കുന്നത്. ഇവിടെ 48,999 രൂപയ്ക്കാണ് ഈ ഒരു ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഇനി റിയൽമിയുടെ സൈഡിൽ നിന്ന് അവരുടെ P സീരീസിൽ റിയൽമി P4R എന്ന് പറയുന്ന മോഡലാണ് കഴിഞ്ഞ മാസം ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ നമ്മളുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. നല്ല ഫോണാണോ എന്ന് ചോദിച്ചാൽ ഇപ്പോഴത്തെ ലെവലൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് നല്ലൊരു ബാറ്ററി ലൈഫ് തരുന്ന ഫോൺ നോക്കുന്നവർക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ്. അത്രേ ഉള്ളൂ, അതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ട കേട്ടോ. ഇവിടെ മീഡിയടെക്കിന്റെ ഡിമെൻസിറ്റി 6300 എന്ന് പറയുന്ന 5G പ്രോസസ്സർ കൊടുത്തിട്ടുണ്ട്. HD LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. 50 മെഗാപിക്സലിന്റെ മെയിൻ ക്യാമറ, 8 മെഗാപിക്സലിന്റെ സെൽഫി ക്യാമറ, അതുകൂടാതെ 8000 mAh ബാറ്ററി ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുണ്ട്. അതാണ് ഈ ഒരു ഫോണിന്റെ നല്ലൊരു ഹൈലൈറ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. 18,999 രൂപയാണ് ഈ ഒരു ഫോണിന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത്. ഇതിന്റെ സെയിൽ ഓൾറെഡി ഫ്ലിപ്കാർട്ട് വഴി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ മാസം ഇറങ്ങുന്നതിൽ ഒരുപാട് പ്രതീക്ഷ ഉണ്ടായിരുന്ന ഒരു മോഡലാണ് OnePlusന്റെ N6 എന്ന് പറയുന്നത്. അവർ 20,000 രൂപയ്ക്ക് താഴെ ഒരു കിഡിലൻ ഫോൺ വരുന്നു എന്നുള്ള രീതിക്ക് തന്നെയാണ് ആ ഫോൺ മാർക്കറ്റ് ചെയ്തിരുന്നത്. പക്ഷെ ഫോൺ ലോഞ്ച് ചെയ്തപ്പോഴാണ് അത് വെറും മാർക്കറ്റിംഗ് ജിമിക്കാണ് എന്നുള്ളത് മനസ്സിലായത്. നമ്മൾ ഇതിന്റെ ഒരു സ്പെക്ക് നോക്കുകയാണെങ്കിൽ മീഡിയടെക്കിന്റെ ഡിമെൻസിറ്റി 6360 എന്ന് പറയുന്ന പ്രോസസ്സറാണ് കൊടുത്തിരിക്കുന്നത്. ഈ 6300യും 6360യും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല കേട്ടോ. ഈ ബേസിക് 5G ഫോണുകളിൽ യൂസ് ചെയ്യുന്ന ഒരു പ്രോസസ്സറാണ്. നമുക്കിവിടെ ക്യാമറയിൽ 4K വീഡിയോ റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻ പോലും വരുന്നില്ല. അങ്ങനത്തെ ഒരു ശോകം പ്രോസസ്സറാണ്. അതുകൂടാതെ HD പ്ലസ് LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇതിന്റെ 2 നല്ല കാര്യങ്ങൾ, ഒന്ന് 8000 mAh ബാറ്ററി വരുന്നുണ്ട്. അതിൽ 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അഡാപ്റ്റർ ബോക്സിന്റെ ഉള്ളിൽ കൊടുത്തിട്ടുണ്ട്. സോ ബാറ്ററിയുടെ സൈഡ് ഓക്കെയാണ്. അതുകൂടാതെ ഓക്സിജൻ ഓയിസിന്റെ സപ്പോർട്ട് വരുന്നുണ്ട്. കാര്യം ബ്ലോട്ട് വേഴ്സ് കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിലും ഓക്സിജൻ ഓയിസ് ഒരു മുതൽക്കൂട്ടാണ്. ഇത് രണ്ടും മാത്രമാണ് ഈ ഒരു ഫോണിൽ എടുത്ത് പറയാവുന്ന ഒരു നല്ല കാര്യം. ഇതിന്റെ 4 GB റാം 128 GB ഇന്റർണൽ മെമ്മറി വരുന്ന വേരിയന്റിന് 23,000 രൂപയാണ് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത്. ലോഞ്ചിങ് ഓഫറായിട്ട്, അതായത് ജൂലൈ 4-ാം തീയതി വാങ്ങുകയാണെങ്കിൽ 20,000 രൂപയ്ക്ക് കിട്ടും. അതാണ് ഇവർ 20,000 രൂപയ്ക്ക് താഴെ നല്ലൊരു ഫോൺ കിട്ടും എന്ന് പറയുന്നത്. അതായത് 19,999 രൂപയ്ക്ക് കിട്ടും എന്ന് പറയുന്നത്. ആക്ച്വലി നമ്മൾ ആ ഒരു ഫോൺ വാങ്ങി വരുന്ന സമയത്ത് ഓപ്പൺ ബോക്സ് ഡെലിവറിയും മറ്റു കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് 20,000 രൂപയ്ക്ക് മുകളിൽ പോകും കേട്ടോ. അതായത് ലോഞ്ച് ഡേയുടെ അന്ന് വാങ്ങുകയാണെങ്കിലും
ഒരു ശോകം മാർക്കറ്റിംഗ് ആയിപ്പോയി, ഭയങ്കരമായിട്ട് ഡിസപ്പോയിൻറ്റഡ് ആയിപ്പോയി. എന്തായാലും നോക്കട്ടെ, പറ്റിയ റിവ്യൂ ഉണ്ടാവും. ഇനി കഴിഞ്ഞ മാസം റിലീസ് ചെയ്തതിൽ പ്രൈസ് കൊണ്ടും സ്പെക്ക് കൊണ്ടും എല്ലാം കൊണ്ടും എന്നെ ഞെട്ടിച്ചൊരു മോഡലാണ് സാംസങ്ങിൻ്റെ ഗാലക്സി M47 എന്ന് പറയുന്നത്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ സാംസങ് ഇങ്ങനെ ഒരു മോഡൽ ഇങ്ങനെ ഒരു പ്രൈസിങ്ങിൽ ഇന്ത്യൻ മാർക്കറ്റിൽ കൊണ്ടുവരും എന്നുള്ളത്. അതായത് ഇവിടെ 6000 mAh ബാറ്ററി വരുന്നുണ്ട്, ബോക്സിൻ്റെ ഉള്ളിൽ അഡാപ്റ്റർ ഒന്നുമില്ല, ഓക്കെ മാറ്റി നിർത്താം. ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. അതിന് ഗോറില്ല ഗ്ലാസ് വിക്ടസ് പ്ലസിൻ്റെ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. 50 മെഗാപിക്സലിൻ്റെ മെയിൻ ക്യാമറയും 12 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 6 Gen 3 എന്ന് പറയുന്ന പ്രോസസ്സറാണ് വരുന്നത്. അതിന് LPDDR5Xൻ്റെ റാം ടൈപ്പും UFS 3.1ൻ്റെ സ്റ്റോറേജും വരുന്നുണ്ട്. 6 വർഷത്തെ മേജർ സോഫ്റ്റ്വെയർ അപ്ഡേഷനും സാംസങ് ഈ ഒരു ഫോണിന് വേണ്ടിയിട്ട് ഓഫർ ചെയ്തിരിക്കുന്നത്. സാംസങ് ഗാലക്സി M47 എന്ന് പറയുന്ന മോഡൽ ഫോൺ ലോഞ്ച് ഡേയുടെ ഭാഗമായിട്ട് വാങ്ങുന്നവർക്ക്, അതായത് ജൂലൈ 4 വാങ്ങുന്നവർക്ക് 23,000 രൂപ 24,000 രൂപയ്ക്ക് കിട്ടും. നോർമൽ പ്രൈസ് വരുന്നത് 26,000 രൂപ. അങ്ങനെയാണെങ്കിലും ഈ സ്പെക്ക് വെച്ച് നോക്കുമ്പോൾ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന കിഡിലൻ സാംസങ് ഫോണാണ്. അതെന്തുകൊണ്ട് അങ്ങനെ പറയുന്നു എന്ന് വെച്ചാൽ ഇതേ ഫോണിൻ്റെ സാംസങ് ഗാലക്സി M47ൻ്റെ A സീരീസ് ജൂലൈ 1 അവർ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. സാംസങ് ഗാലക്സി A27 ഇതിന് 32,000 രൂപയാണ് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത്. അപ്പോൾ തന്നെ അറിയാലോ ഏകദേശം 7,000 രൂപയുടെ 5,000 രൂപയ്ക്ക് മുകളിലുള്ള പ്രൈസ് ഡിഫറൻസ് വന്നു. സോ കഴിഞ്ഞ മാസം ഇറങ്ങിയതിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ഓപ്ഷൻ, അതായത് സാധാരണ നോർമൽ യൂസിന് വേണ്ടിയിട്ട് ഒരു സ്മാർട്ട് ഫോൺ വാങ്ങുന്നവർക്ക് നല്ല കിഡിലൻ ഡീലാണ് സാംസങ് ഗാലക്സി M47 എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ നമ്മളുടെ ചാനലിൽ ഉണ്ടായിരിക്കും. ഈ സാംസങ് ഗാലക്സി M47 അടക്കം 13 മോഡൽ ഫോണുകളാണ് കഴിഞ്ഞ മാസം ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഏതെങ്കിലും ഞാൻ മിസ്സാക്കിയിട്ടുണ്ടെങ്കിൽ അത് താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. ഈ OnePlusൻ്റെ N6, അതേപോലെ സാംസങ് ഗാലക്സി M47, അങ്ങനെ ഒരുപാട് ഫോണുകൾ പർച്ചേസ് ചെയ്യാനായിട്ട് പ്ലാൻ ഉണ്ട്. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് ജെന്യുവൻ റിവ്യൂ വരും ദിവസങ്ങളിൽ നമ്മളുടെ ചാനലിൽ ഉണ്ടായിരിക്കും.